ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിക്കുന്നതിന്റെ വാർത്ത നേരത്തെ ബൽറാം പറഞ്ഞു. പഹൽഗാമിൽ നടന്ന മനുഷ്യത്വരഹിത ആക്രമണമാണെന്ന് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞു. അതിനുശേഷം ഉച്ചകോടിക്ക് മുന്നോടിയായി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിനും ഒരു ഹ്രസ്വ ചർച്ച നടത്തി. അസാധാരണമായ ചർച്ച നടക്കുന്നുണ്ട്, അസാധാരണമായ കാഴ്ചകൾ നടക്കുന്നുണ്ട്. പി ജെയിംസ് സാർ കൂടി ചെയ്യുന്നു. ജെയിംസ് സാർ, ഒരുപക്ഷെ ജെയിംസ് സാറിൻ്റെയൊക്കെ യൗവനകാലത്ത് കമ്മ്യൂണിസ്റ്റ് അനുകൂലികൾ പാടി നടന്നിരുന്ന ഒരു വാഴ്ത്ത്, ചൈന വാഴ്ത്തോടുണ്ടായിരുന്നു. അത് മധുര മനോഹര മനോജ് ചൈന എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ എന്താണ്, തൊഴിൽ തേടിയ യൗവനങ്ങൾ അലയാത്ത ചൈന എന്നിങ്ങനെ പറഞ്ഞ് നല്ല നാട് നല്ല നാട് നല്ല നാട് ചൈന എന്നാണ് ആ ചൈന വാഴ്ത്തോട്ട് അവസാനിക്കുക. അത് കഴിഞ്ഞ് കാലം മാറി, ചങ്കലെ ചൈന ചതിയം ചൈനയായി പരിണമിച്ച കാഴ്ച നമ്മൾ കണ്ടു. വീണ്ടും കാലചക്രം തിരിഞ്ഞു കറങ്ങുന്നു എന്ന് ഉറപ്പിക്കാൻ സമയമായി ജെയിംസ് സാർ. കാശ്മീർ പൂർണ്ണമായിട്ടും സമയമായിട്ടില്ല. കാരണം ഒരു കാലത്തും ഇന്ത്യയും ചൈനയും പരസ്പരം വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇതൊരു കാലത്തിൻ്റെ അനിവാര്യതയാണ്. കാരണം പ്രത്യേകിച്ച് അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിൽ നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടുത്ത സന്ദേശം അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കാശ്മീർ ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മീഡിയ നോക്കിയാൽ CNN, BBC, അൽ ജസീറ, റഷ്യയുടെ മാധ്യമങ്ങൾ, ചൈനയിലെ ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ ഈ സമ്മേളനത്തിന് ഒരുപക്ഷെ ഒരു കാലത്തും കിട്ടാത്ത പോലെയുള്ള പ്രാധാന്യമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ CNN-ലും അതുപോലെ തന്നെ BBC-യിലൊക്കെ 3 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, ഒപ്പം തന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ പ്ലീനറി സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവർ നടത്തിയ ഹ്രസ്വ ചർച്ച, അവർ 3 പേരും സംസാരിക്കുന്നത് പോലും വലിയ രീതിയിലാണ് വേൾഡ് മീഡിയ മുഴുവൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു ചുവട് മാറ്റമാണ് എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നത്. കാരണം അമേരിക്കയുടെ ക്വാഡ് സഖ്യത്തിൽ അംഗമായി ഇന്ത്യയുടെ മാറ്റമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യ ഇങ്ങോട്ട് മാറുകയാണോ എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നു. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക, ഇന്ത്യ ചൈനയ്ക്കെതിരെയുള്ള ഇൻഡോ പസഫിക് കൂട്ടുകെട്ടായിരുന്നു. ആ ഇന്ത്യയാണ് ഇപ്പോൾ ചൈനയിൽ പോയിരിക്കുന്നത്. 7 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഹാഷ്മി ചോദിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്ത്യക്ക് ഒരു നയതന്ത്രപരമായ ഒരു വിജയം ഇതിൻ്റെ സംയുക്ത പ്രസ്താവനയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പഹൽഗാം പ്രശ്നത്തെക്കുറിച്ച് പരാമർശിക്കാൻ വിസമ്മതിക്കുകയും ഇന്ത്യ അതിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത്തവണ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ അവിടെ വിയോജിപ്പ് അല്ലെങ്കിൽ അതിൽ എതിർപ്പ് ഈ SCOയിൽ പങ്കെടുത്ത രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത പ്രസ്താവന രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കൂടി ഒപ്പിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൊരു വിജയം. എന്നുമാത്രമല്ല, ഭീകരവാദം ഇന്ത്യയുടെ മണ്ണിൽ മാത്രമല്ല, അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന്, മാനവരാശിക്ക് മുഴുവൻ ഭീഷണിയാണെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ചൈനീസ് മണ്ണിൽ പോയി പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ഇതൊക്കെ പറയുമ്പോൾ ഹാഷ്മി, ഇന്ത്യക്കുള്ളിൽ പ്രധാനമന്ത്രിക്കെതിരെ അതിശക്തമായ വിമർശനവുമായി കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ചൈനയുടെ ആയുധം വാങ്ങി ചൈനയുടെ പിന്തുണയോടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത്. ആ സമയത്ത് അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്താതെ ചൈനയുമായി കൈ കൊടുത്തത് ഒരു തരത്തിലും ശരിയായില്ല. അതുപോലെ തന്നെ 20 വീരജവാന്മാർ വീരമൃത്യു പ്രാപിച്ചു പഹൽഗാമിൽ. അതിന് കണക്ക് പറഞ്ഞില്ല, അതേക്കുറിച്ച് സംസാരിച്ചില്ല, അതിർത്തി തർക്കം ചർച്ചയായില്ല, തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, എങ്ങനെയാണ് ചൈന പക്ഷപാതിത്വം പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ള തരത്തിൽ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നുള്ള ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യക്കുള്ളിൽ വിമർശനം, ഇന്ത്യക്ക് പുറത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ട്രംപ് ആണെങ്കിൽ വളരെ രോഷാകുലനാണ്. ട്രംപ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് കൂടി ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തണം, ഇന്ത്യ ഇതാ അപ്പുറത്തെ പക്ഷത്തേക്ക് പോകുന്നു എന്നുള്ള ധ്വനിയിൽ തന്നെയാണ് ട്രംപും അമേരിക്കയും പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ചൈനയെ മുഴുവൻ വിശ്വസിച്ച് പോകാൻ പോകുന്നില്ല. കാശ്മീർ ചോദിച്ച പോലെ മധുര മനോജ്ഞ ചൈന എന്നുള്ള പ്രയോഗം ഇന്ത്യക്ക് പ്രയോഗിക്കാറായിട്ടില്ല. എപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതും എല്ലാം ചെയ്യുന്നതും ചൈനയാണ്. പക്ഷേ വ്യാപാര ബന്ധത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഇതുണ്ടാവും, നല്ലതാണ്. അതിർത്തി തർക്കങ്ങൾ കൂടുതലായിട്ടത് പരിഹരിക്കാൻ സഹായിക്കും. ചൈനയെ സംബന്ധിച്ച് ബിസിനസ് പീപ്പിൾ, അവർക്ക് കച്ചവടം വേണം. അതുകൊണ്ട് അമേരിക്കയെ എതിർക്കുന്ന ഇന്ത്യ അവർ ഇഷ്ടപ്പെടുന്നു. അവർ കൈയടിച്ചിരിക്കുന്നത് ഇന്ത്യ അമേരിക്കയോട് നട്ടെല്ല് നിവർത്തി ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. നേരത്തെ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് ട്രംപിനോട് കൂട്ടുകൂടിയതിൻ്റെ പേരിലാണ് പഹൽഗാമിൽ ഇന്ത്യൻ അതിർത്തിയിൽ കയറി അവർ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത്. അപ്പോൾ ചൈനയ്ക്ക്
ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ അടുക്കുന്നതിനോട് ഒരു താല്പര്യമില്ലെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ അതിർത്തി സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പൊ അമേരിക്കയോടുള്ള ഒരു തർക്കമാണ് ഒരു പക്ഷേ ചൈനയെ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നത്. റഷ്യ അതിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. കാശ്മീർ ഓക്കെ, എന്തായാലും മധുര മനോഹര മനോജ്ഞ ചൈന അല്ലെങ്കിൽ ചങ്കന ചൈന എന്നൊക്കെ ഗൃഹാതുര വൈകാരികതയ്ക്കുള്ള സമയമായിട്ടില്ല. ഇതൊക്കെ ചില പ്രാക്ടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില നീക്കുപോക്കുകളൊക്കെയാണ്. ചൈനയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവരുടെ പൂർവ്വകാലം നോക്കിയാൽ അവരുടെ നിക്ഷിപ്ത ദീർഘകാല താല്പര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.